ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. റമളാൻ മാസത്തിലെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ മറന്നു പോകരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ രാവിലെ 4 മണി സമയമാണ്. അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എണീറ്റത്. എണീറ്റ ഉടനെ ആദ്യം ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു. പിന്നെ ഞാൻ ബ്രഷ് ചെയ്തു, മുഖം കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് അത്താഴത്തിനുള്ള ഫുഡെല്ലാം ചൂടാക്കി എടുക്കുന്നത്. കാരണം നമ്മൾ അത്താഴം കഴിച്ചിട്ടാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നതെങ്കിൽ അതിനുള്ള സമയം നമുക്ക് കിട്ടൂല. കിച്ചണിൽ നമുക്ക് പണിയെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക, ദുആ ചെയ്യുക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമാണ്. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ദുആയിലേക്കാണ്. ഇരുലോക വിജയത്തിന് വേണ്ടിയിട്ടും ദുആ ചെയ്യും. പിന്നെ എൻ്റെ ദുആയിൽ ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തും. എൻ്റെ മാതാപിതാക്കളെയും ഫ്രണ്ട്സിനെയും ഗുരുനാഥന്മാരെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യും കേട്ടോ. ഇന്ന് അത്താഴത്തിന് പത്തിരിയും ബീഫ് കറിയാണ് കഴിച്ചത്. ഇത് ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും, രാവിലെ ഒന്ന് ചൂടാക്കിയെടുക്കും. പത്തിരിയെല്ലാം രാവിലെ പാനിലൊന്ന് ചൂടാക്കിയെടുക്കും. കറിയും അതേപോലെ തന്നെ രാവിലെ എണീറ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുറേ സമയം വേണം. അതുകൊണ്ട് അത്താഴത്തേക്കുള്ള ഫുഡെല്ലാം രാത്രി തന്നെ ഉണ്ടാക്കുക, രാവിലെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഇന്ന് നമ്മൾ പത്തിരിയും ബീഫ് കറിയാണ് അത്താഴത്തിന് കഴിച്ചത്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരു ഗ്ലാസ് ഉലുവ കഞ്ഞി കുടിക്കും. ഇത് രാത്രി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും കേട്ടോ. ഉലുവ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കും. നമുക്ക് ആവശ്യമുള്ളത്ര നമ്മൾ വെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെ നമ്മളൊരു ലൈറ്റായിട്ടുള്ള ഫുഡാണ് കേട്ടോ നമ്മൾ അത്താഴത്തിന് കഴിക്കുന്നത്. നമ്മൾ അത്താഴത്തിന് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും നിയ്യത്ത് വെക്കാൻ മറക്കരുത്. അത് സുന്നത്തായ ഒരു കാര്യമാണ്. നമ്മൾ അത്താഴം കഴിക്കുന്നതിന് മുന്നേ നിയ്യത്ത് വെച്ചിട്ട് ബിസ്മി ചൊല്ലിയിട്ട് വേണം നമ്മൾ അത്താഴം കഴിക്കാനായിട്ട്. ഇല്ലെങ്കിൽ വെറുതെ നമുക്കൊരു സുന്നത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് ആരും നിയ്യത്ത് വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക. ഓയിലി ഫുഡൊന്നും നിങ്ങൾ അത്താഴത്തിന് കഴിക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് അത്താഴത്തിന് എപ്പോഴും ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ നിർത്തി. അത്താഴത്തിന് ചായ കുടിക്കുന്നത് നല്ലതല്ല എന്ന് കുറേ പേര് പറഞ്ഞു. കാരണം നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. പിന്നെ നമുക്ക് ഡേ ടൈമിൽ ദാഹിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ചായക്കുടി നിർത്തി. ഇനി റമളാൻ മാസം കഴിഞ്ഞിട്ട് വേണം ചായക്കുടി തുടങ്ങാനായിട്ട് ഇൻഷാ അല്ലാ. അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് ബ്രഷ് ചെയ്തു കേട്ടോ. കാരണം നമ്മൾ കഴിച്ചതെല്ലാം പല്ലിലും വായിലും എല്ലാം പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തു. വായ നല്ലപോലെ കഴുകി കേട്ടോ. ഇപ്പം അത് സുബൈ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സുബൈ നിസ്കരിച്ചു. സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ദിക്റുകൾ ചൊല്ലും. അധികം ഞാൻ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. കാരണം നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തു കിട്ടാനായിട്ട് ഇസ്തിഗ്ഫാർ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ അധികം ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യും. ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതും കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യത്തെ റമളാൻ പ്ലാനറിൽ ഖതം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഒരു ഖതം ഓതാനാണ് പ്ലാൻ ചെയ്തത്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഓതാൻ പറ്റൂല. കാരണം അതിനുള്ള സമയം എനിക്കുണ്ടാവില്ല. അതിനേക്കാൾ കൂടുതൽ ഓതാൻ പറ്റുന്നവർ കൂടുതൽ ഓതുക. നമ്മൾ ദിവസം ഒരു ജുസു പോലെ ഓതിയാൽ 30 ദിവസമാകുമ്പോൾ നമുക്ക് 30 ജുസു ഓതി തീർക്കാൻ പറ്റും. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ കഴിയില്ല. നമ്മൾ ദിവസം 1.5 ജുസെങ്കിലും ഓതണം. എന്നാലേ നമുക്ക് 30 ദിവസമാകുമ്പോൾ ഒരു ഖതം തീർക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ഖതം പ്ലാൻ ചെയ്ത ആൾക്കാർ ഒരു ദിവസം 2.5 ജുസ് 3.5 ജുസ് അങ്ങനെ നിങ്ങൾ ഓതുക. അങ്ങനെ ഓതുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ 2 ഖതം അല്ലെങ്കിൽ 3 ഖതം തീർക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ഖതം ഓതുമ്പോൾ ഖതം ഓതി തീർക്കണമല്ലോ എന്ന ഉദ്ദേശത്തോട് മാത്രം നിങ്ങൾ ഓതരുത്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ തജ്വീദ് അനുസരിച്ച് അതിനെ ആസ്വദിച്ച് ഓതുക. അള്ളാഹുവിനെ മനസ്സിൽ കൽപ്പിച്ചു കൊണ്ട് ഓതുക. അള്ളാഹുവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓതുക. അതല്ലാതെ നിങ്ങൾ ഈ ഒരു മാസം ഖതം ഓതി തീർക്കണമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഓതരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ പരലോക വിജയത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഖുർആൻ ഓതുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഖുർആൻ ഓതരുത്. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ മറ്റു ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരാതെ ഖുർആൻ ആസ്വദിച്ച് ഓതുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഖുർആൻ ഓതുക. ഇപ്പോൾ ട്രാൻസ്ലേറ്റഡ് ഖുർആനെല്ലാം കിട്ടുന്നുണ്ട്.
ഇപ്പോൾ മൊബൈലിലും നമുക്ക് ട്രാൻസ്ലേറ്റഡ് ആപ്പെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾ ഓതാ. അതല്ലാതെ നിങ്ങൾ മനസ്സിൽ വേറെ എന്തോ ചിന്തിച്ചോണ്ട് ഒരിക്കലും ഖുർആൻ ഓതരുത്. കാരണം അതിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കൂല. ഖുർആൻ ഖതം ഓതുമ്പോൾ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകളും മര്യാദകളും ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ നിസ്കാരം ഓത്തും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടോ. അങ്ങനെ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എണീറ്റ് ഞാൻ കുറച്ച് വീട്ടിലെല്ലാം പണിയുണ്ടായിരുന്നു. അപ്പോൾ ആ പണിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനൊരു മസാലയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ബീഫ് കറിക്കും ചിക്കൻ കറിക്കെല്ലാം യൂസ് ചെയ്യുന്ന മസാലയാണ്. ഒരാഴ്ചത്തേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ബോക്സിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചയോളം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ മസാല നമ്മൾ ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടൊന്നും വരത്തില്ല. ഇതുവരെ എൻ്റെ മസാല കേടായിട്ടില്ല. ഈ മസാല വെച്ചിട്ടുള്ള ചിക്കൻ കറിയും ബീഫ് കറിയും നല്ല ടേസ്റ്റാണ്. ഈ ഒരു മസാല ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്ത് അരച്ചെടുത്തതാണിത്. ഇതിന് നല്ല മണമുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ കറിക്ക് നല്ല ടേസ്റ്റുമാണ്. രാവിലെ ആയിക്കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും ചെയ്യുന്നത് ക്ലീനിങ്ങിൻ്റെ പണിയായിരിക്കും. അടിച്ചു വാരാനും തുണി കഴുകാനും പാത്രം കഴുകാനും മുറ്റം അടിക്കാനും വീട് ക്ലീൻ ചെയ്യാനും ഇങ്ങനെ എല്ലാ പണികളും ഉണ്ടാവും. ഇപ്പോൾ റമദാൻ മാസമായത് കൊണ്ട് ക്ലീനിങ്ങിൻ്റെ പണിയിൽ നമുക്ക് യാതൊരു കുറവുണ്ടാവില്ല. പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്ന പണി നമുക്ക് കുറവായിരിക്കും. ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കണ്ട, വൈകുന്നേരത്തെ ഫുഡും കടികളൊന്നും ഉണ്ടാക്കണ്ട. പക്ഷെ നമുക്ക് രാത്രി നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. അത് ഓയിലി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നല്ല പണിയായിരിക്കും. അതല്ലാതെ ഫ്രൂട്ട്സും ജ്യൂസും മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഓയിലി ഫുഡ് ഭയങ്കര കുറവാണ്. നമ്മൾ ഫ്രൂട്ട്സും ജ്യൂസുമാണ് നോമ്പ് തുറക്കുമ്പോൾ അധികം കഴിക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തറാവീഹ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കും. അതുകൊണ്ട് ഇവിടെ റമദാൻ മാസത്തിൽ പണി ഭയങ്കര കുറവാണ് കേട്ടോ. ക്ലീനിങ്ങിൻ്റെ പണി എപ്പോഴും ഉള്ളതുപോലെ ഉണ്ട്. പക്ഷേ ബാക്കി പണികൾ നമുക്ക് കുറവായിരിക്കും. എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ ഇതേപോലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മൊബൈലും സാധനങ്ങളും എല്ലാം വെക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എപ്പോൾ നോക്കിയാലും വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഫില്ലാവും. ഓയിൻമെൻറ്റും ടാബ്ലറ്റും കത്രിക ഇങ്ങനെയുള്ള ചില്ലറ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. ഇതെനിക്ക് ക്ലീൻ ചെയ്ത് മടുത്ത്. ഇപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. നാളെ നോക്കുമ്പോൾ ഇതേപോലെ ഈ ഒരു ഭാഗത്ത് ഫില്ലായിട്ടുണ്ടാവും. ഇതാണ് ക്ലീൻ ചെയ്തതിൻ്റെ അടയാളം. ഫുള്ള് ഡസ്റ്റാണ്. ഇവിടെ ഇരിക്കുന്ന പക്ഷിയെ കണ്ട ഇതെന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്നറിയോ? ഇതിവിടെ ഒരു കൂട് പണിയുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ജനലിലാണ് ഇതിൻ്റെ കൂട്. കുറേ ദിവസമായി ഇത് പണി തുടങ്ങിയിട്ട്. ഇതുവരെ ഇതിൻ്റെ പണി ഫിനിഷ് ആയിട്ടില്ല. കണ്ട, ഇതാണ് അതിൻ്റെ കൂട്. നമ്മളിവിടെ ഒരു കൂട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ പുള്ളിക്ക് ആ കൂട് വേണ്ട. അതിന് സ്വന്തമായിട്ടുള്ള കൂട് തന്നെ പണിയണം. അങ്ങനെ 1 മാസത്തോളമായി ഇത് കൂട് പണിയുന്നത്. ഇത് ഫിനിഷ് ആവാത്തതിനും കാരണമുണ്ട്. ഇവിടെ ഒരു പൂച്ചയുണ്ട്. അതിന് പേടിച്ചിട്ടാണ് ഇത് ഡിലേ ആവുന്നത്. ക്ലീനിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ. ളുഹാ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ളുഹാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നു. വീട്ടുപണിയെല്ലാം ചെയ്തിട്ട് നല്ലപോലെ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ചൂടാണല്ലോ, നല്ല വേർക്കും, നല്ലോണം വേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേല് കഴുകിയിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ ളുഹാ നിസ്കരിച്ചു. ളുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് ളുഹർ ബാങ്ക് വരെ ഞാൻ ഖുർആൻ ഓതാന്ന് വിചാരിച്ചു. കാരണം ളുഹർ ബാങ്കിന് ഇനി കുറച്ച് സമയമുള്ളൂ. അതുവരെ ഞാൻ ഖുർആൻ ഓതുകയാണെങ്കിൽ എൻ്റെ കുറച്ച് ജുസു ഓതി കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഖുർആൻ ഓതി. അങ്ങനെ ളുഹർ ബാങ്ക് കേൾക്കുന്നത് വരെ ഞാൻ ഖുർആൻ ഓതി. ഇപ്പോൾ ദാ ളുഹർ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ളുഹർ നിസ്കരിക്കണം. ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് അല്പനേരം ഞാൻ റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം ഞാൻ ഉറങ്ങി കേട്ടോ. നല്ല ചൂടാണ്. ഇവിടെ റൂമിൽ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂടാണ്. AC ഇട്ടാൽ അതിൻ്റെ കൂട്ടത്തിൽ ഫാനും ഇടണം, എന്നാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അത്രയും ചൂടാണ് കേട്ടോ. അങ്ങനെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഞാൻ 4 മണിത്തേക്ക് അലാറം വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. 4 മണിയാകുമ്പോൾ അസർ ബാങ്ക് ആയിട്ടുണ്ടാവും. അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാനുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യണം.
അസർ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ ഖുർആൻ ഓതും. ജുസു ഫില്ലാക്കണമല്ലോ, ഒരു ദിവസത്തേക്ക് 1.5 ജുസെങ്കിലും ഓതണം. അങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതും. ഖുർആൻ ഓതിയിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. മഗ്‌രിബ് ബാങ്ക് കേൾക്കുന്നത് വരെ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കും. ഇത് മസ്ക് മലൻ ഷേക്കാണ്. ഇത് നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കും. പിന്നെ ഇത് തിളപ്പിച്ച വെള്ളമാണ്. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ടല്ലേ നോമ്പ് തുറക്കുന്നത്. നോമ്പ് തുറക്കാൻ നമുക്ക് വെള്ളം വേണം, ഈത്തപ്പഴവും വേണം. സുന്നത്താണ്. നമ്മൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നത് സുന്നത്താണ്. ഈത്തപ്പഴം ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക. ഞങ്ങളിവിടെ ആദ്യം ഈത്തപ്പഴം കഴിക്കും, അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം കുടിക്കും. ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. ആദ്യം നമ്മൾ ഈത്തപ്പഴവും വെള്ളം കൊണ്ട് നോമ്പ് തുറക്കും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ കഴിക്കും. ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ പിന്നെയാണ് കഴിക്കുന്നത്. ഇത് ഉലുവക്കഞ്ഞാണ്. ഇത് നമ്മളെല്ലാവരും അത്താഴത്തിന് കഴിക്കും. ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉലുവക്കഞ്ഞ് അത്താഴത്തിന് കഴിക്കുന്നത്. നമ്മൾ അത്താഴത്തിന് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് 1 ഗ്ലാസ് ഉലുവക്കഞ്ഞി കുടിക്കും. ഇത് ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും. അത്താഴത്തിന് ചൂടാക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇപ്പം ഞാൻ കസ്കസ് വെള്ളമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെ മസ്റ്റാണ്. നോമ്പ് തുറക്കുമ്പോൾ എന്തായാലും ഇത് വേണം. ഇത് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് ഉണ്ടാക്കി വെക്കും. രാത്രി ആകുമ്പോൾ ഇത് എന്തായാലും തീരും. എല്ലാവരും ഇതാണ് കുടിക്കുന്നത്. ഇപ്പം സമ്മറായതുകൊണ്ട് ഭയങ്കര ദാഹമല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഇത് വേണം. കസ്കസ് വെള്ളം ഉണ്ടാക്കിയിട്ട് കോൾഡ് ആവാനായിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കും. നോമ്പ് തുറക്കാനാവുമ്പോൾ നല്ലപോലെ കോൾഡായിട്ടുണ്ടാവും. ഈ തണുത്ത കസ്കസ് വെള്ളം കുടിക്കുമ്പോൾ നല്ല സമാധാനം കിട്ടും. ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കസ്റ്റർഡാണ് കേട്ടോ. ഇതിലേക്ക് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഞാൻ ചേർക്കും. കൂട്ടത്തിൽ നട്ട്സും ചേർക്കാറുണ്ട് കേട്ടോ. നട്ട്സ് ചേർക്കുന്നത് കൊണ്ട് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നത്. എല്ലാവരും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോ ഗ്ലാസ് ഇത് കുടിക്കും. എല്ലാവർക്കും കസ്റ്റർഡ് ഇവിടെ ഇഷ്ടമാണ്. ഇപ്പം ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിക്കൻ പീസസ് ആണ്. ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഫില്ലിങ് വേണമല്ലോ. ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചിക്കനെല്ലാം ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ ഇതേപോലെ മസാല റെഡിയാക്കും. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതേപോലെ പൊടിച്ചിട്ടിട്ട് കൊടുക്കും. പിന്നെ ഇത് മുട്ടയും മൈദയും വെച്ചിട്ടുള്ളൊരു ബാറ്ററാണ്. ഇത് വെച്ചിട്ട് ദോശ പരത്തും. ഫുള്ള് വേവണ്ട, പകുതി വെന്താൽ മതി. ഇങ്ങനെ ഇത് പകുതി വേവായ ദോശയിലേക്ക് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്ത് റോളാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ റോൾ ഉണ്ടാക്കുന്നത്. 6:30 മണിയാവുമ്പോൾ എൻ്റെ കിച്ചണിലെ ജോലിയെല്ലാം തീരും. 6:45 മഗ്‌രിബ് ബാങ്ക്. അതുവരെ ദുആ ചെയ്യാനും ദിക്റുകൾ ചൊല്ലാനും സമയം ഞാൻ ഉപയോഗപ്പെടുത്തും. കാരണം നോമ്പ് തുറക്കുന്നതിന് മുന്നേ ഉള്ള സമയം ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മൾ ദുആ ചെയ്യുവാണെങ്കിൽ അല്ലാഹു തആല ആ ദുആയെ ഒരിക്കലും തള്ളിക്കളയില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ടേബിളിൽ സെറ്റാക്കി വെക്കൂലേ, സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ട് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നിങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരുന്ന് സമയം വേസ്റ്റാക്കാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇരുലോക വിജയത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഒരിക്കലും ഈ സമയത്ത് നമ്മൾ ചിരിച്ചും കളിച്ചും ഇരുന്ന് വേസ്റ്റാക്കി കളയരുത്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധയോടു കൂടി നല്ല മനസ്സോടു കൂടി ദുആ ചെയ്യുക. അശ്രദ്ധമായ മനസ്സോടുള്ള ദുആ അല്ലാഹു തആല ഒരിക്കലും സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ ദുആ ചെയ്യുമ്പോഴും ശ്രദ്ധയോടു കൂടി നല്ല മനസ്സോടു കൂടി നിങ്ങൾ ദുആ ചെയ്യുക. റമദാൻ മാസം എന്ന് പറയുന്നത് അനുഗ്രഹീതമായ മാസമാണ്. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പെയ്തിറങ്ങുന്ന മാസമാണ്. നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചെയ്യണം. അള്ളാഹുവിനെ കൂടുതൽ ഓർക്കണം. കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നവർക്കാണ് കൂടുതൽ പ്രതിഫലം അള്ളാഹു തആല നൽകുന്നത്. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പെരുന്നാൾ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ലാവൻഡർ കളറിലുള്ള ഡ്രസ്സാണ് മേടിച്ചത്. ഞാൻ കളർ ചോയ്സ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള കളർ മേടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഈ ഒരു കളർ മേടിച്ചുകൊണ്ട് വന്നു. ഇതിൻ്റെ വില വന്നിട്ട് 5380 റുപ്പീസാണ്. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാ ഷോപ്പിലും ഈ മോഡലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു മോഡലും ഉണ്ടായിരുന്നു, സൈഡിൽ കട്ടില്ലാത്തത്, അംബ്രല്ല കട്ടിയിൽ അതേപോലത്തെ സൽവാർ ഉണ്ടായിരുന്നു. അതിൻ്റെ പാൻറ്റും പ്ലാസോയാണ്. പക്ഷേ അതെനിക്ക് ഇട്ട് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ ടൈപ്പ് ഡ്രസ്സാണ് ആദ്യം മേടിച്ചുകൊണ്ട് വന്നത്. എനിക്കത് ഇഷ്ടപ്പെടാത്ത കൊണ്ട് അതിനെ ചേഞ്ച് ചെയ്തിട്ട് ഇത് മേടിച്ചുകൊണ്ട് വന്നു. ഇത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫുൾ സ്ലീവ് സൽവാറാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവിലും വർക്ക് ഉണ്ട്, പിന്നെ ഈ ഫുൾ ടോപ്സിലും വർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പാൻറ്റാണ്, പ്ലാസോ പാൻറ്റ്. പിന്നെ ഇതിൻ്റെ ഷോള് ഇതുപോലെയാണ്. ഷോളിലും ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സ് കാണാൻ കുഴപ്പമില്ല, ഭംഗിയുണ്ട്. പക്ഷേ ഈ റേറ്റിന് എനിക്ക് ഈ ഡ്രസ്സ് വർത്തായിട്ട് തോന്നിയില്ല.
പിന്നെ പെരുന്നാളിന് ഇടാൻ വേണ്ടിയിട്ട് ചെരുപ്പ് മേടിച്ചു. ഇത് ബാട്ട കമ്പനിയുടെ ചെരുപ്പാണ്. ഇതിൻ്റെ വില വന്നിട്ട് 1299 റുപ്പീസാണ്. കുഴപ്പമില്ല, നല്ല ചെരുപ്പാണ്. എൻ്റെ ഡ്രസ്സിൻ്റെ കളർ ചെരുപ്പ് കിട്ടുമെന്ന് നോക്കി, പക്ഷേ ആ കളർ ചെരുപ്പ് എനിക്ക് കിട്ടിയില്ല. അവസാനം ഈ ചെരുപ്പ് തന്നെ മേടിച്ചു. ഈ ഒരു ചെരുപ്പിന് 3 മന്ത് ഗ്യാരണ്ടി ഉണ്ട്. 3 മന്തിൽ ഇതിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് വന്നാൽ ഇവർ ചെരുപ്പ് നമുക്ക് റീപ്ലേസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതേപോലെ സ്റ്റോൺ തന്നിട്ടുണ്ട്. ചെരുപ്പിൻ്റെ സ്റ്റോണെല്ലാം പോയാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എൻ്റെ ഉമ്മാക്ക് മേടിച്ച പെരുന്നാൾ സാരിയാണ്. സിമ്പിളായിട്ടുള്ള സാരിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ വില വന്നിട്ട് 1380 റുപ്പീസാണ്. ഉമ്മാക്ക് ഇങ്ങനെയുള്ള സാരീസ് എല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സാരിയാണ്. പിന്നെ ഇതെൻ്റെ ഉമ്മാക്ക് മേടിച്ച സാരിയാണ്. പിങ്ക് കളറിലുള്ള ഫ്ലോറൽ വർക്ക് വന്ന സാരിയാണ്. ഇതിൻ്റെ വില വന്നിട്ട് 590 റുപ്പീസാണ്. ഇതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. സമ്മറിലെല്ലാം ഉടുക്കാൻ പറ്റിയ സാരിയാണ്. പിന്നെ ഇതിൻ്റെ അനിയത്തിക്ക് മേടിച്ച കുർത്ത സെറ്റാണ്. അവൾക്ക് വീട്ടിൽ വേറെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ വർഷം ഇവൾക്കും ഡ്രസ്സ് മേടിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ മേടിക്കുന്ന കൂട്ടത്തിൽ ഇവൾക്കും ഒരു ഡ്രസ്സ് മേടിച്ചു. ഇത് ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. ഇതിൽ ഷോളും പാൻറ്റും എല്ലാം ഉണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഒരു കുർത്ത സെറ്റാണ്. പിന്നെ ഇതെൻ്റെ ഉപ്പാക്ക് മേടിച്ച മുണ്ടും ഷർട്ട് പീസാണ്. പിന്നെ ഈ ഒരു ടോപ്പ് വന്നിട്ട് എനിക്ക് പെരുന്നാളിനെന്ന് രാവിലെ കുളിച്ചിട്ടിടാനാണ്. പെരുന്നാളിനെന്ന് രാവിലെ സ്ത്രീകളെല്ലാം കുളിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെന്തായാലും ജോലി ഉണ്ടാവും. ആ സമയത്ത് സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അതിന് ശേഷം നമ്മൾ എല്ലാവരുടെയും വീട്ടിലേക്ക് പോകില്ലേ, ആ സമയത്ത് പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് നമ്മൾ ഒരുങ്ങിയിട്ട് പോകും. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കരിക്കും. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലാനും ദുആ ചെയ്യാനെല്ലാം ഉണ്ടാവുമല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇശാ ബാങ്ക് കേൾക്കുന്നത് വരെ ഖുർആൻ ഓതും. പിന്നെ ഇശാ നിസ്കരിക്കും. തറാവി നിസ്കരിക്കുന്നത് പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ തറാവി നിസ്കരിച്ചത്. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പത്തിരി ഉണ്ടാക്കുവാണെങ്കിൽ ആണുങ്ങൾ തറാവി നിസ്കരിച്ച് കഴിഞ്ഞ് വരുമ്പോൾ പത്തിരിയും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ടാവും. കറി ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കും. കറി ഒന്ന് ചൂടാക്കി വെക്കും. എൻ്റെ പത്തിരിയുടെ പണിയും കിച്ചൺ ക്ലീനിങ്ങിൻ്റെ പണിയും കഴിയുമ്പോൾ ആണുങ്ങളെല്ലാം തറാവി നിസ്കരിച്ച് വന്നിട്ടുണ്ടാവും. അവർക്കുള്ള ഫുഡെല്ലാം കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് നേരെ കുളിക്കും. കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ തറാവി നിസ്കരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് നല്ല പീസ്ഫുള്ളായിട്ട് തറാവി നിസ്കരിക്കാൻ പറ്റും. ഞാൻ ദിവസം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് നേരത്തെ പത്തിരിയെല്ലാം ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. കാരണം ഇവർ തറാവി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് ഇത് കഴിക്കുന്നത്. അന്നേരത്തേക്ക് ഇത് തണുത്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കാറില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. കറിയെല്ലാം നേരത്തെ ഉണ്ടാക്കി വെക്കും, പിന്നെ ഒന്ന് ചൂടാക്കിയെടുക്കും. പത്തിരി നമുക്കങ്ങനെ ചൂടാക്കിയെടുക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് പത്തിരി ഞാൻ പിന്നെയാണ് ഉണ്ടാക്കുന്നത്. കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വന്നു. കുറേ ദിവസമായി സ്കിൻ കെയർ ചെയ്യാതെ. അങ്ങനെ ഇന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഫേസെല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് സ്റ്റീം ചെയ്തു. ഫേസ് സ്റ്റീം ചെയ്യാൻ എൻ്റെ അടുത്ത് സ്റ്റീമർ ഇല്ലായിരുന്നു. കെറ്റൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റീം ചെയ്തത്. 10 മിനിറ്റ്സ് സ്റ്റീം ചെയ്താൽ മതിയാവും. നല്ലപോലെ ഫേസ് ഒന്ന് നമുക്ക് സ്റ്റീമായി കിട്ടും. അതിന് ശേഷം ഞാൻ തക്കാളിയും ഷുഗറും വെച്ചിട്ട് ഫേസ് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തു. തക്കാളിയും ഷുഗർ വെച്ചിട്ട് നമ്മൾ ഫേസ് സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് ഡെഡ് സ്കിന്നെല്ലാം റിമൂവ് ആയി കിട്ടും. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. സ്കിൻ ഹെൽത്തിയായി സൂക്ഷിക്കാൻ പറ്റും. ഫേസ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഫേസ് മസാജിങ് ആണ്. ഞാൻ ഫേസ് മസാജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ് വൈറ്റും തേനുമാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇത് രണ്ടും വെച്ചിട്ട് ഫേസ് നല്ലപോലെ മസാജ് ചെയ്തു. ഇത് വെച്ച് മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ലപോലെ സ്മൂത്ത് ആവും, ബ്രൈറ്റ് ആവും. അതേപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. ഫേസ് മസാജിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് ഇട്ടു. ഇത് മുൾട്ടാനി മിട്ടിയാണ്. ഇതിലേക്ക് പാൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്തു കേട്ടോ. ഫേസ് പാക്കെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസ് വാട്ടറിൽ ഫേസ് ഒന്ന് ഡിപ്പ് ചെയ്യും. ഇതേപോലത്തെ ഒരു ബൗളിലേക്ക് ഐസ് ക്യൂബും വെള്ളം നിറച്ചിട്ട് നമ്മുടെ ഫേസ് അതിലിങ്ങനെ മുക്കി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ല കൂളിംഗ് എഫക്റ്റാണ് കിട്ടുന്നത്. അതേപോലെ നമുക്ക് നല്ല സമാധാനം ലഭിക്കും. സ്കിൻ കെയർ ചെയ്തിട്ട് കുളിക്കാൻ പോയിട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ തറാവി നിസ്കരിക്കുന്നത്. കുളി കഴിഞ്ഞിട്ട് നമ്മൾ തറാവി നിസ്കരിക്കുവാണെങ്കിൽ നമുക്ക് നല്ല സമാധാനത്തോട് തറാവി നിസ്കരിക്കാൻ പറ്റും. നല്ലപോലെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇതെൻ്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് കുളി കഴിഞ്ഞിട്ട് തറാവി നിസ്കരിക്കുമ്പോൾ ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ട്. നല്ലപോലെ നമുക്ക് 20 റക്അത്ത് തറാവി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. തറാവി നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ദുആ ചെയ്യും. ദുആ ചെയ്തിട്ട് കുറച്ച് നേരം ഖുർആൻ ഓതും. പിന്നെ നിയ്യത്ത് വെക്കും. നിയ്യത്ത് വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. കിടന്നുറങ്ങാൻ എനിക്ക് എക്സാക്റ്റ് സമയമൊന്നുമില്ല. എൻ്റെ പണി തീർന്ന് കഴിഞ്ഞിട്ട് തറാവി നിസ്കാരം കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.